വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നത്തിൽ കണ്ണൂർ കോർപ്പറേഷനും INTUCക്കും ഒരുപോലെ വീഴ്ച പറ്റിയെന്ന് KPCC അംഗം രാജീവൻ ഇളയാവൂർ. വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും തള്ളുക എന്ന നയം കോൺഗ്രസിനില്ല. അവരെ പുനരധിവസിപ്പിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണമെന്നും രാജീവൻ ഇളയാവൂർ കണ്ണൂർ വിഷനോട് പറഞ്ഞു. പയ്യാമ്പലത്തുൾപ്പെടെ വഴിയോര കച്ചവടം നിയന്ത്രിക്കാൻ കണ്ണൂർ കോർപ്പറേഷൻ സ്വീകരിച്ച നടപടികൾക്കെതിരെ INTUC സംഘടിപ്പിച്ച കോർപ്പറേഷൻ ഓഫീസ് മാർച്ചിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം നടത്തിയ കിരാതഭരണമെന്ന പരാമർശമാണ് വലിയ വിവാദത്തിന് വഴിയൊരുക്കിയത്. INTUCക്ക് അതേ ഭാഷയിൽ തിരിച്ച് മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര മറുപടിയും നൽകി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലും KPCC അംഗം കൂടിയായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജിൽ മാക്കുറ്റിയും INTUCക്കെതിരെ നിശിത വിമർശനവുമായി രംഗത്ത് വരികയും ചെയ്തു. INTUCക്കെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് കോർപ്പറേഷൻ പരാതിയും നൽകി. ഈ വിവാദം കത്തി നിൽക്കുന്നതിനിടെയാണ് രണ്ടു പക്ഷത്തും വീഴ്ചയുണ്ടായി എന്ന് KPCC അംഗം രാജീവൻ ഇളയാവൂർ പറയുന്നത്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വഴിയോര കച്ചവടക്കാർ അങ്ങനെ അവഗണിക്കപ്പെടേണ്ടവരല്ല. അവരെ സംരക്ഷിക്കുക എന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമാണെന്നും രാജീവൻ ഇളയാവൂർ പറഞ്ഞു. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വഴിയോര കച്ചവടക്കാർ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ തീർത്തും അവഗണിക്കപ്പെട്ടൊരു വിഭാഗമല്ല. അവരും ജീവിക്കാൻ വേണ്ടി അവരെ കണ്ടെത്തിയൊരു മേഖലയാണ്. അവരെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ പാർട്ടിയുടെയും നമ്മളെ ഭരണാധികാരികളുടെ എല്ലാ ഉത്തരവാദിത്തമാണ്. അവരാരും അങ്ങനെ അവഗണിക്കപ്പെട്ടൊരു വിഭാഗമല്ല. അത് ഏത് അധികാരത്തിൽ ആര് വന്നാലും അവരവഗണിച്ചു പോകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവരെ സംരക്ഷിക്കുക എന്നത് നമ്മളെ പാർട്ടിയുടെ പൊതുവായിട്ടുള്ള തീരുമാനമാണ്. പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ട വിഷയമായിരുന്നു കോർപ്പറേഷനും INTUCയും തമ്മിൽ ഉണ്ടായത്. കോർപ്പറേഷൻ അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. വഴിയോര കച്ചവടം അതിർവരമ്പ് ലംഘിക്കുമ്പോൾ കോർപ്പറേഷന് ഇടപെടേണ്ടി വരും. ആ ഇടപെടൽ നടത്തുമ്പോൾ തന്നെ വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിക്കണം. അവിടെ ഉണ്ടായി എന്ന് പറയുന്ന ചെറിയ വിഷയം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് പരസ്പരം ഇരുന്ന് അവര് സംസാരിച്ച് അത് പരിഹരിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു മത്സര മനോഭാവത്തോട് കൂടിയ സംഭവമല്ല. അതൊരു സമരത്തിന് വന്നപ്പോൾ കോർപ്പറേഷൻ ചെയ്യുന്നത് തെറ്റായ തീരുമാനങ്ങളല്ല. കോർപ്പറേഷൻ ചെയ്യുന്നത് ഇപ്പം നാട് അനുഭവിക്കുന്ന എല്ലാ പ്രയാസമുണ്ട്. അത് നമ്മളെ യാത്രാ സൗകര്യങ്ങൾ, അതുപോലെ ഇപ്പം എല്ലാ സ്ഥലത്തും ഈ തെരുവ് വ്യാപാരം വ്യാപിച്ചു വന്നപ്പോൾ അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് കടന്നു വന്നപ്പോൾ കോർപ്പറേഷനകത്ത് ഇടപെടാതിരിക്കാൻ നിർവാഹം ഉണ്ടാവില്ല. പക്ഷെ അത് അങ്ങനെ ഇടപെടുന്നതിൽ കോർപ്പറേഷൻ ചെയ്ത് തെറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്യുമ്പോഴും അവരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ കോർപ്പറേഷന്റെ ഭാഗത്ത് കൊണ്ടുവരണം. തൊഴിലാളികളെയും പാവപ്പെട്ടവരെയും അവഗണിച്ചതിന്റെ ദുരന്തഫലമാണ് ഇടതുപക്ഷം ഇന്ന് അനുഭവിക്കുന്നത്. ഇത് എല്ലാവരും ഓർക്കണം. കുത്തകകൾക്ക് വേണ്ടി കോർപ്പറേഷൻ നിലപാടെടുക്കുന്നു എന്ന് INTUC പറയുന്നതും ശരിയല്ല. കോർപ്പറേഷൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ തൊഴിലാളി സംഘടനാ നേതാക്കളുമായി ചർച്ച ചെയ്യണമായിരുന്നു. ഇക്കാര്യത്തിൽ രണ്ടു ഭാഗത്തും വീഴ്ച വന്നിട്ടുണ്ട്. അത് അങ്ങനെ കോർപ്പറേറ്റുകാരന് വേണ്ടി എന്ന് പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. കോർപ്പറേറ്റുകാരന് വേണ്ടിയൊന്നും കോർപ്പറേഷൻ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു നിലപാടുമല്ല കോർപ്പറേഷൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എടുത്ത നിലപാട് അതിൻ്റെ ഭാഗമൊന്നുമല്ല. കോർപ്പറേഷൻ അതിനകത്തൊരു തീരുമാനം എടുക്കുമ്പോൾ അവരും ഈ തൊഴിലാളി സംഘടനാ നേതാക്കന്മാരൊക്കെ വിളിച്ചിരുത്തി അവരെ വിഷയങ്ങൾ, പ്രയാസങ്ങൾ അവർ തമ്മിൽ ബോധിപ്പിച്ച് അത് അത്തരം ആളുകളെ സദ്യ കൊണ്ടുവരാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുമായി സംസാരിച്ച് അവരും ഒരു തീരുമാനം ആദ്യം കൈക്കൊണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഭാഗത്ത് ഉണ്ടാകണമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വിഷയം ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പിൽ ഭരിക്കുന്ന ഭരണകൂടം ആരായാലും അവരെ കണ്ട് സംസാരിക്കുവാനുള്ള ഉത്തരവാദിത്വം സംഘടനാ നേതാക്കന്മാർ പാലിക്കേണ്ടതാണ്. അത് രണ്ടും ചെയ്യേണ്ടതായിരുന്നു. രണ്ട് ഭാഗത്ത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വഴിയോര കച്ചവടക്കാരെ പൂർണ്ണമായും അവഗണിച്ച് മുന്നോട്ട് പോകേണ്ടവരല്ല. രണ്ടുപേരും പരസ്പരം സംസാരിച്ച് ഈ വിവാദം അവസാനിപ്പിക്കണമെന്നും രാജീവൻ ഇളയാവൂർ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വവും ഈ നിർദ്ദേശം തന്നെയാണ് കോർപ്പറേഷനും INTUCക്കും നൽകിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.